അല്പം അവർക്ക് വിഷമം ഉണ്ടായ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് എന്നുള്ള നിലയിൽ ഞാൻ മത്സരിച്ച കോന്നി നഷ്ടപ്പെട്ടത് അവർക്കൊരു വിഷമം ഉണ്ടായി. അതൊക്കെ താൽക്കാലികമാണ്. തെരഞ്ഞെടുപ്പിൽ ജയവും തോൽവിയും ഉണ്ടാകും. അതൊക്കെ തരണം ചെയ്തുകൊണ്ട് തന്നെ നമ്മൾ മുന്നോട്ട് പോകും. നഷ്ടപ്പെട്ടു പോയ UDFന്റെ പ്രതാപം പത്തനംതിട്ട ജില്ലയിൽ തിരിച്ചു പിടിച്ചതിന്റെ ആഹ്ലാദത്തിലാണ് പത്തനംതിട്ട ജില്ലയിലെ കോൺഗ്രസ് നേതൃത്വം. അതിന് ചുക്കാൻ പിടിച്ചത് കോന്നിയിലെ UDF സ്ഥാനാർത്ഥിയായ പ്രൊഫസർ സതീഷ് കൊച്ചുപറമ്പിൽ ആണ്. കേരള വിഷനോട് ഇപ്പം സാർ ചെയ്തിരുന്നു. 5 മണ്ഡലങ്ങളിൽ 4 മണ്ഡലങ്ങളിലും അതിനോടൊപ്പം തന്നെ കോന്നിയിലെ ഫോട്ടോ ഫിനിഷിങ്ങിലാണ് സാറ് പരാജയമടയേണ്ടി വന്നത്. സാർക്ക് നമ്മൾ ചെയ്തിരുന്നു. അതെങ്ങനെയാണ്? പത്തനംതിട്ട ജില്ല ഐക്യ ജനാധിപത്യ മുന്നണിക്ക് വളരെ വളക്കൂറുള്ള മണ്ണായിരുന്നെങ്കിലും കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ 5 അസംബ്ലി മണ്ഡലവും നഷ്ടപ്പെട്ടിരുന്നു. അതോടൊപ്പം തന്നെ ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, പഞ്ചായത്തുകളെല്ലാം തന്നെ ഭൂരിഭാഗവും നഷ്ടപ്പെട്ട ഒരു അവസ്ഥയിലായിരുന്നു. ഞാൻ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റായി ചാർജ് എടുത്തതിന് ശേഷം ഈ ജില്ലയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ പറഞ്ഞു തീർക്കുന്നതിനാണ് കൂടുതൽ സമയം ചെലവഴിച്ചത്. അതിനുശേഷമാണ് ആദ്യം പാർലമെന്റിലേക്ക് തെരഞ്ഞെടുപ്പ് വന്നത്. ആ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച ശ്രീ ആന്റോ ആന്റണി ഇവിടുത്തെ സിറ്റിംഗ് MP ആണ്. അദ്ദേഹം വിജയിക്കയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇടതുപക്ഷ കക്ഷികൾ ഉൾപ്പെടെ പ്രചരണം നടത്തി, പത്രസമ്മേളനം നടത്തിയപ്പോൾ അവിടുത്തെ പത്രക്കാർ എന്നോട് ചോദിച്ചു, എത്ര വോട്ടിന് നിങ്ങൾ ജയിക്കുമെന്ന് എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു, തീർച്ചയായും 4ാം തവണയും ശ്രീ ആന്റോ ആന്റണി 70,000-ൽ പല വോട്ടുകൾക്ക് വിജയിക്കുമെന്ന്. അത്ര വിശ്വാസം എനിക്ക് വന്നു. കാരണം ഈ ജില്ലയിലെ കഴിഞ്ഞ കാലങ്ങളിലുണ്ടായ ചേരിതിരിവാണ് ഇടതുപക്ഷത്തിന് ജയസാധ്യത നൽകി. ഇപ്പോൾ പരമാവധി ഈ തെരഞ്ഞെടുപ്പിൽ, അതിനുശേഷമാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പാണ്. ജില്ലയിലെ 8 ബ്ലോക്ക് പഞ്ചായത്തിൽ 8ലും കോൺഗ്രസ് നേതൃത്വത്തിൽ ഭരണം പിടിച്ചു. ജില്ലാ പഞ്ചായത്തില് നിങ്ങൾക്കറിയാം 4 സീറ്റ് ഉണ്ടായിരുന്ന ജില്ലാ പഞ്ചായത്തിൽ ഇപ്പോൾ 13ഓളം സീറ്റുകൾ വിജയിച്ചു വന്നു. 17 വാർഡിൽ 13. ഗ്രാമപഞ്ചായത്തില് കഴിഞ്ഞ തവണ 11 വാർഡ് പഞ്ചായത്തായിരുന്നു നിലവിലുണ്ടായത്. ഇപ്പോൾ ആ 53 പഞ്ചായത്തുകളിൽ 37 പഞ്ചായത്തുകൾ കോൺഗ്രസ് നേതൃത്വത്തിൽ അധികാരത്തിലിരിക്കുക. അത് ഈ അസംബ്ലി തെരഞ്ഞെടുപ്പിന് മുമ്പായിട്ട് നടന്ന ഒരു റിഹേഴ്സലായി കാണാം. പക്ഷേ കോന്നിയിൽ പരാജയം സംഭവിച്ചു. ആ പരാജയം ആ തെരഞ്ഞെടുപ്പിന്റെ സ്ഥാനാർത്ഥി പട്ടികയിൽ തീരുമാനിച്ച അല്പം വൈകി. എല്ലാവരെയും ബന്ധപ്പെടുവാനുള്ള സമയം കിട്ടിയില്ല. എന്നിരുന്നാൽ തന്നെ സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചതിന്റെ പിറ്റേ ദിവസം മുതൽ റോഡ് ഷോയും നിയോജക മണ്ഡലം കൺവെൻഷനും മണ്ഡലം കൺവെൻഷനും എല്ലാം വളരെ ചിട്ടയായി സ്ഥാനാർത്ഥി പര്യടനവും നടത്തി. 5000-നും 10,000-നും വോട്ടിന് വിജയിക്കുമെന്നുള്ള പ്രതീക്ഷ തന്നെയായിരുന്നു ഉണ്ടായിരുന്നു. പക്ഷേ CPM-ന്റെ സ്ഥാനാർത്ഥി രഹസ്യമായി ഒരാഴ്ച കാലം മുമ്പ് തന്നെ BJP-യും SDPI-യുമായും രഹസ്യ ബാന്ധവത്തിൽ ഏർപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് UDF-ന് ഭൂരിപക്ഷം കിട്ടേണ്ട ഈ അരുവാപ്പലവും വള്ളിക്കോട്, കലഞ്ഞൂര് LDF-ന്റെ ആണേലും UDF-ന് ഇത്തവണ മേൽക്കോയ്മ കിട്ടിയേനെ. അങ്ങനെ ഈ രഹസ്യ ബാന്ധവം നടത്തി വോട്ട് VDJS-ന്റെ സ്ഥാനാർത്ഥിക്ക് കിട്ടേണ്ട വോട്ടുകൾ വാങ്ങി. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഭൂരിപക്ഷം, വെറും തുച്ഛമായ ഭൂരിപക്ഷം, 1000-ഓളം ഭൂരിപക്ഷം കരസ്ഥമാക്കി വിജയിക്കുക. അതൊരു വിജയമായി കാണുന്നില്ല. പക്ഷേ ആ സ്ഥാനാർത്ഥി കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് പറഞ്ഞത് കോൺഗ്രസും BJP-യും തമ്മിൽ അവിശുദ്ധ കൂട്ടുകെട്ട് നടന്നാണ്. അതിനെങ്ങനെ സാർക്ക്? കോൺഗ്രസ് ഒരു കാലത്തും BJP-യുമായി അവിശുദ്ധ കൂട്ടുകെട്ട് നടത്തിയിട്ടില്ല. എന്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച് റോഡ് ഷോ കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, തിരുവല്ലയിൽ നിന്ന് കൊണ്ടുവന്ന ആളുകളെ വെച്ചാണ് റോഡ് ഷോ നടത്തിയത്. ഏറ്റവും വലിയ ജില്ലയിൽ 5 നിയോജകമണ്ഡലത്തിലെ ഏറ്റവും നല്ല റോഡ് ഷോ കോന്നിയിലാണ് നടന്നത്. പിന്നീട് അദ്ദേഹം പറഞ്ഞു, ഇവിടെ ഒരു മത്സരം ഉണ്ടോ എന്ന് പോലും തോന്നുന്നില്ല. അദ്ദേഹം വെള്ളം കുടിച്ചാ ജയിച്ചത്, നിങ്ങൾക്കറിയാം. അപ്പൊ അത്രമാത്രം ശക്തമായ പ്രവർത്തനം ആണ്. എണ്ണയിട്ട യന്ത്രം പോലെയാണ് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കന്മാരും പ്രവർത്തകരും പ്രവർത്തിച്ചത്. ആ പ്രവർത്തനത്തിന്റെ ഫലം ഇനിയും തുടർന്നും ഉണ്ടാകും. അതേ രീതിയിൽ തന്നെയുള്ള പ്രവർത്തനാക്കുമെന്ന് നിയോജക മണ്ഡലത്തിൽ എന്നുകൊണ്ട് തന്നെ നമ്മളെങ്ങും വേറെ പോകുന്നില്ലല്ലോ. അവസാനമായിട്ട് ജില്ലയ്ക്ക് ഒരു മന്ത്രി വേണ്ടേ? അത് ഹൈക്കമാൻഡാണ് തീരുമാനിക്കുന്നത്. ജില്ലയ്ക്ക് മന്ത്രി വേണോ വേണ്ടേ എന്നുള്ളതൊക്കെ പാർട്ടിയുടെ നേതൃനിരയിലുള്ള ഹൈക്കമാൻഡ് തീരുമാനിക്കും. അതിന്റെ അടിസ്ഥാനത്തിൽ തീരുമാനം ഉണ്ടാകും.
മറ്റേ റാന്നിയും അടൂരും തിരുവല്ലയും കഴിഞ്ഞ 25 വർഷമായി LDFന്റെ കയ്യിലായിരുന്നു. പ്രത്യേകിച്ച് പിന്നെ ആറന്മുള 15 വർഷമായി. അപ്പോൾ അതിന് എങ്ങനെയാണ് ആ കോൺഗ്രസ് പ്രവർത്തകരുടെ ആ ആഹ്ലാദത്തിന് മറുപടി തരുന്നത്? കോൺഗ്രസ് പ്രവർത്തകരെല്ലാം ആവേശത്തിലാണ്. അല്പം അവർക്ക് വിഷമം ഉണ്ടായ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് എന്നുള്ള നിലയിൽ ഞാൻ മത്സരിച്ച കോന്നി നഷ്ടപ്പെട്ടത് അവർക്കൊരു വിഷമം ഉണ്ടായി. അതൊക്കെ താൽക്കാലികമാണ്. തെരഞ്ഞെടുപ്പിൽ ജയവും തോൽവിയും ഉണ്ടാകും. അതൊക്കെ തരണം ചെയ്തുകൊണ്ട് തന്നെ നമ്മൾ മുന്നോട്ട് പോകും. ഇവിടെ ഐക്യജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള എം.എൽ.എമാരടക്കം നാടിന്റെ വികസനത്തിന് വേണ്ടി പ്രവർത്തിക്കും എന്നുള്ള കാര്യത്തിൽ എനിക്ക് പൂർണ്ണ വിശ്വാസം. അതിന് തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് DCC പ്രസിഡന്റ് പ്രൊഫസർ സതീഷ് കൊച്ചുപറമ്പിൽ. കേരള വിഷൻ ന്യൂസിന് വേണ്ടി ക്യാമറാമാൻ പ്രദീപ് അങ്ങാടിക്കലിനൊപ്പം പ്രസാദം ജെ, പത്തനംതിട്ട.